അമേരിക്കയിലെ മിനിയാപോളിസിൽ നിന്ന് വരുന്ന വാർത്തകൾ ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച ഒരു നഴ്സിനെ അവിടുത്തെ ഇമിഗ്രേഷൻ സേന വെടിവെച്ചു കൊന്നത് വലിയ വാർത്തയായിട്ടുണ്ട്. അത് അമേരിക്കയെ പിടിച്ചു കുലുക്കുന്നുണ്ട്. എന്താണ് മിനിയാപോളിസിൽ സംഭവിക്കുന്നത്? ആരാണ് ഇവർ ഈ പറയുന്ന ഐസ് ഏജൻസ്? നമുക്കത് വിശദമായി പരിശോധിക്കാം. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ചുരുക്കപ്പേരാണ് ഐസ്. ഇവരുടെ പ്രധാന ജോലി എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇല്ലീഗലായി ജീവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തുക, അവരെ നാടുകടത്തുക എന്നതൊക്കെയാണ്. പൊതുവെ വിസ കാലാവധി തീർന്ന ആൾക്കാരെയും അമേരിക്കയിലേക്ക് അനധികൃതമായി കടന്നു വരുന്ന ആൾക്കാരെയും ഒക്കെയാണ് ഇവർ പിടിക്കാറുള്ളത്. പക്ഷേ ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ ഇവരുടെ അരാജകത്വമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നാണ് വിമർശനങ്ങൾ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കം ഈ ജനുവരിയിൽ നിന്നാണ്. ഒരു 37 വയസ്സുകാരിയായ റെനെ നിക്കോളെ കിഡ് എന്ന അമേരിക്കൻ വംശജ ഇവരുടെ വെടിയേറ്റ് മരിച്ചു. ഒരു ഇമിഗ്രേഷൻ പരിശോധനയ്ക്കിടയിൽ നടന്ന തർക്കമാണ് ഇവരുടെ മരണത്തിൽ കലാശിച്ചത്. യാതൊരു പ്രകോപനവുമില്ലാതെ ആ സ്ത്രീയെ വെടിവെച്ചു കൊന്നതിൽ അതിശക്തമായ പ്രതിഷേധമാണ് മിനിയാപോളിസിൽ നടന്നത്. ഇതിൽ പങ്കെടുക്കാനാണ് ഇപ്പോൾ വെടികൊണ്ട് മരിച്ച ഈ യുവാവും എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അലക്സ് ജെഫ്രി പ്രെറ്റി എന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടത്. വെറ്ററൻസ് ഹോസ്പിറ്റലിലെ ഒരു ICU നഴ്സായിരുന്നു ഇദ്ദേഹം. പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു സ്ത്രീയെ ഐസ് ഏജൻസ് ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ സ്ത്രീയെ സംരക്ഷിക്കാനാണ് അവരുടെ ഇടയിലേക്ക് പ്രെറ്റി കയറി ചെന്നത്. അവർ കാണിക്കുന്ന അതിക്രമം പ്രെറ്റി തന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് ഐസ് ഏജൻസിൽ ഒരാൾ അയാളുടെ കണ്ണുകളിലേക്ക് പെപ്പർ സ്പ്രേ അടിച്ചത്. പെപ്പർ സ്പ്രേയുടെ ആഘാതത്തിൽ താഴെ വീണ പ്രെറ്റിയെ 10 പ്രാവശ്യമാണ് ഐസ് ഏജന്റുമാരിൽ ഒരാൾ ഷൂട്ട് ചെയ്തത്. അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്നായിരുന്നു ഇവരുടെ ആദ്യ വാദം. പക്ഷെ പിന്നെ പല വീഡിയോകളിൽ നിന്നും അയാളുടെ കയ്യിൽ തോക്കല്ല, ഉണ്ടായിരുന്ന മൊബൈലാണെന്ന് തെളിയുകയും ചെയ്തു. ഈ 2 കൊലപാതകങ്ങളും അമേരിക്കയിൽ വലിയ ജനരോഷത്തിന് കാരണമായി. ജനരോഷം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം എത്തിയതോടെയാണ് ഡു നോട്ട് എൻഗേജ് എന്ന സന്ദേശം ഇപ്പോൾ ഐസ് ഏജൻസിന് നൽകിയിരിക്കുന്നത്. പ്രതിഷേധക്കാരുമായിട്ട് യാതൊരു ഏറ്റുമുട്ടലിനും പോകരുത്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ മാത്രം ലക്ഷ്യം വച്ചാൽ മതി എന്നാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും തന്ത്രം മാത്രമാണെന്നാണ് പ്രതിഷേധക്കാരുടെ വിമർശനം. അമേരിക്കൻ പൗരന്മാർ പോലും അവരുടെ നിരത്തുകളിൽ സുരക്ഷിതരല്ല എന്നാണ് ഈ സംഭവങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. കൊല്ലപ്പെട്ട 2 പേരും അമേരിക്കൻ വംശജരാണ്. അവരെയാണ് ഐസ് ഏജൻസ് അതിക്രൂരമായി വെടിവെച്ചു കൊന്നത്. സമാധാനമായി പ്രതിഷേധിക്കാനുള്ള മനുഷ്യരുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട്. മിനിയാപോളിസിന്റെ മേയർ അടക്കം ഐസിനോട് അവരുടെ നഗരത്തിൽ നിന്ന് കടക്ക് പുറത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.